ഹായ് ഡിയർ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കുറച്ച് നാളായി എന്താണ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. ഫസ്റ്റ് കുറേ ബിസി ആയിപ്പോയി. അപ്പം ബിസിനസ് പിന്നെ ഒക്കെ നമ്മുടെ കൺസ്ട്രക്ഷൻ ഫീൽഡ്, അപ്പോൾ അവിടെ പോകാൻ കുറച്ച് താമസങ്ങൾ, കുറച്ച് എന്താണ് ചില സാഹചര്യങ്ങളൊന്നും നമുക്ക് പറ്റിയില്ല. പിന്നെ നമ്മുടെ ഈ മഴ അല്ലേ, ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ അതൊക്കെ കുറേ കാര്യങ്ങളൊക്കെ, പണിയൊക്കെ കുറച്ച് പെൻഡിങ് ആയി. കുഴപ്പമില്ല, ഇപ്പോൾ വളരെ ഉഷാറായിട്ട് 2 ദിവസം കൊണ്ട് നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പം എന്താണ് ഞാൻ ഭയങ്കര ബിസി ആയിപ്പോയി. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്തത്. ഇപ്പം എല്ലാവരും നമ്മൾ കണ്ടു, മഴ ഭയങ്കര മഴയായിരുന്നല്ലേ. അപ്പം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു, സേഫാണ് എന്നതിൽ അല്ലേ, സേഫ് സോണിലാണെന്ന് കരുതുന്നു. കുറേ ആൾക്കാർ എന്താണ് നമ്മൾ ക്യാമ്പിലൊക്കെ അകപ്പെട്ടിട്ടുണ്ട്. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ്, അവരുടെ ഫാമിലിയൊക്കെ ക്യാമ്പിലാണ്. അപ്പം വളരെ വിഷമമുണ്ട്. അറിയാമല്ലോ, ഇപ്പോഴത്തെ ഈ ഒരു മഴ നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ അപ്പുറമാണ്. നമ്മുടെ പ്രകൃതിക്ഷോഭം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും എന്താണത് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല, ശരിയല്ലേ? അപ്പം ആ ഒരവസ്ഥയിൽ എന്താണ് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈശ്വരനോട് പ്രാർത്ഥിക്കുക, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ നമുക്ക് ഉണ്ടാവാതിരിക്കട്ടെ അല്ലേ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കാനല്ലേ പറ്റത്തുള്ളൂ. പിന്നെ ഒരു ചെറിയ ജലദോഷം, അപ്പം അതൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കുഴപ്പമില്ല, ഞാനിന്ന് ഹോസ്പിറ്റലിൽ പോയി. ഞാൻ പെട്ടെന്ന് ഈ പനി വരുമ്പോഴേ അങ്ങ് പോകും. കാരണം എൻ്റെ കൊച്ചുങ്ങളുണ്ടല്ലോ, അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൂടെ പനിയായി. അവർ പഠിക്കുന്ന കുഞ്ഞുങ്ങളല്ലേ, അപ്പോൾ അതുകൊണ്ട് പിന്നെ എൻ്റെ ട്യൂഷൻ കുട്ടികൾക്ക് വരും അല്ലേ. അപ്പോൾ അതൊക്കെ കൊണ്ട് എനിക്കൊരു ചെറിയ പനി വന്നാൽ അപ്പം തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോകാറാണ്. പിന്നെ എന്തൊക്കെയുണ്ട് വേറെ വിശേഷങ്ങൾ? പിന്നെ നമ്മൾ സ്ത്രീകളാണല്ലേ. അപ്പോൾ സ്ത്രീകൾ ശരിക്കും നമ്മൾ ജീവിതത്തിൽ ഫൈറ്റ് ചെയ്ത് ജീവിച്ചാൽ മാത്രമേ നമുക്ക് വിൻ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഏത് പ്രതിസന്ധി ഘട്ടത്തിനെയും നമ്മൾ ഓവർകം ചെയ്തു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വിജയം നമ്മുടെ കൂടെ തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാ സ്ത്രീകൾക്കും വേണ്ടി അവർക്കൊരു പ്രചോദനമായി ഒന്നും ഓർത്ത് നമ്മൾ തളരരുത്. നമ്മൾ ശരിക്കും ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ കൂടെ ആരും കാണത്തില്ല. ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മുടെ കൂടെ ആരും കാണത്തില്ല. പക്ഷേ നമ്മുടെ ഒരു കറേജ്, നമ്മളെന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാഹചര്യങ്ങൾ ഒക്കുകയാണെങ്കിൽ ആ സാഹചര്യങ്ങളൊക്കെ നമ്മൾ അതിനെ വളരെ സന്തോഷത്തോടെ നമ്മൾ എടുക്കണം അല്ലേ, സ്വീകരിച്ചിട്ട് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വിജയം നമ്മുടെ കൂടെ തന്നെ ആയിരിക്കും. നമുക്ക് സ്ത്രീകൾ അടുക്കളയിൽ ഇരിക്കുകയോ അല്ലെങ്കിൽ ഇരിക്കേണ്ട വ്യക്തികളല്ല. സ്ത്രീകൾ ശരിക്കും പുറത്തിറങ്ങി അവരെക്കൊണ്ട് കഴിയാവുന്ന കാര്യങ്ങൾ, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് സമൂഹത്തിൻ്റെ മുമ്പിൽ വിലയാണ്, ബന്ധുക്കളുടെ മുമ്പിൽ വിലയാണ്, ശരിയല്ലേ? അപ്പം നമ്മുടെ ഹസ്ബൻഡ് നമ്മളെ ബഹുമാനിക്കും അല്ലേ, സ്നേഹിക്കും. ഇതൊക്കെ നമുക്ക് ശരിക്കും നമ്മൾ ആരാണ് എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണം. കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു റിസൾട്ട് തീർച്ചയായിട്ടും നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ ഐ ആം വെരി ഹാപ്പി. അങ്ങനെ ചില കാര്യങ്ങളിലൂടെയൊക്കെ ഞാൻ കടന്നുപോയി. നൗ ഐ ആം വെരി 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 ഹാപ്പി. അതിന് എനിക്ക് കുറേ ആൾക്കാരോട് എനിക്ക് നന്ദി പറയാനുണ്ട്. പ്രധാനമായിട്ടും എൻ്റെ ശത്രുക്കളോടാണ് എനിക്ക് കൂടുതലും നന്ദി. കാരണം എൻ്റെ മനസ്സിൽ എരിവ് കയറ്റി തന്ന എൻ്റെ ശത്രുക്കൾ, സത്യം എനിക്ക് കുറേ ശത്രുക്കളുണ്ട്. ആ ശത്രുക്കളോട് വെരി താങ്ക്സ് ഫോർ ഓൾ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഈ വൈരാഗ്യ ബുദ്ധിയുള്ള ഒരു വ്യക്തിയാണ് സത്യം പറഞ്ഞാൽ. കാരണം എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച കുറേ പ്രയാസങ്ങളുണ്ട്. ആ പ്രയാസങ്ങളെല്ലാം വളരെ വൈരാഗ്യബുദ്ധി മീൻസ് എനിക്ക് ആരെയും ദ്രോഹിക്കണമെന്നില്ല. പക്ഷേ എന്നെ ദ്രോഹിക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ അവരോട് ചുമ്മാതങ്ങിരിക്കത്തൊന്നുമില്ല, തിരിച്ച് പ്രതികരിക്കും. അത് അതിൻ്റെ ഫൈനൽ കാണുന്നിടം വരെ ഞാൻ അത് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതെൻ്റെ ഒരു രീതിയാണ്. ഒരു പക്ഷേ ഞാൻ ചന്ദ്രശേഖര പിള്ളയുടെ ഒരു മകളായതുകൊണ്ടും
കളയിക്കൽ കേശവപിള്ള എന്ന് പറയുന്ന ആളുടെ കൊച്ചുമകളായതുകൊണ്ടും ഒക്കെ ആയിരിക്കാം ഒരു പക്ഷേ ആ ഒരു പവർ, അവരുടെയൊക്കെ ഒരു പവർ എനിക്ക് ഉണ്ടെന്നാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ബന്ധുക്കൾ തന്നെ പറയുന്നത്. കാരണം ഞങ്ങളുടെ തറവാട്ടിൽ സത്യം പറഞ്ഞാൽ ആരും തന്നെ ബിസിനസ് രീതിയിൽ ആരും തന്നെ ഇല്ല. പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ ഒരു ബിസിനസ് ഫീൽഡ് സെലക്ട് ചെയ്തത്. അപ്പം അതിനകത്ത് ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് ഡേ ബൈ ഡേ എനിക്ക് വമ്പിച്ച വിജയമാണ് എനിക്ക് സാധ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വെക്കുന്ന ഓരോ ചുവടും വളരെ സൂക്ഷിച്ചും വളരെ ചിന്തിച്ചും ഒക്കെയാണ് ഞാൻ വെക്കുന്നത്. മനസ്സിലായോ? ആഫ്റ്റർ ഇഫക്റ്റ് എന്താണെന്നൊക്കെ ബോധ്യപ്പെടാതെ ഞാൻ ഒരു കാര്യത്തിനകത്തിൽ ഇടപെടത്തില്ല. ഞാൻ എൻ്റെ ഒരു പോളിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കാര്യത്തിനകത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ എനിക്ക് വിജയിക്കണം. തോൽവി അതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. വിജയമാണ് എൻ്റെ ലക്ഷ്യം. അപ്പം താഴ്ന്ന പടിയിൽ നിന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടിങ്ങനെ നമ്മൾ ഉയരാനാണ്. അത് എല്ലാ സ്ത്രീകളും സത്യം ഞാൻ എന്നെ കണ്ട് പഠിക്കണമെന്നല്ല പറയുന്നത്. നമുക്ക് എന്താണ് ശരിക്കും ഒരു പവർ നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് ശരിക്കും പണം നമ്മുടെ കൈ വേണം. മനസ്സിലായോ? അതിന് മേലെ ഒന്നുമില്ലെന്നേ. സത്യമാണ് ഞാൻ പറയുന്നത്, എൻ്റെ അനുഭവമാണ് പറയുന്നത്. മനസ്സിലായോ? എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലെ ഒരാൾ എൻ്റെ മകനോട് പറഞ്ഞാണ്, ഇപ്പം കുഞ്ഞിനെ നാക്കുന്നേരം തിരിയുന്നില്ല. ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ക്ലോസ്ഡ് റിലേറ്റീവ് പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞ് ഞങ്ങളൊരു മരണാനന്തര ചടങ്ങിന് അവിടെ പോയതാണ്. ആ സമയത്ത് എൻ്റെ കുഞ്ഞ് അവന് നാക്ക് പോലും തിരിയുന്നില്ല. അവൻ KG പഠിക്കുന്ന ഒരു കുഞ്ഞാണ്. അന്നേരം പറഞ്ഞാണ് ഞാനാണ് ഇവിടെ അധികാരി എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞൊരു ഡയലോഗ് എവിടെ എത്തിയാ, പട്ടിക്കൂട്ടിലെയാണോ? മനസ്സിലായോ? അന്നും ഈ സന്ധ്യാശേഖർ എന്ന് പറയുന്ന വ്യക്തി എന്നെ കല്യാണം കഴിക്കാൻ വന്നപ്പോഴും ഞങ്ങൾ ആരുടെയും വീട് കൊണ്ട് കാണിച്ചല്ല. ഇതെൻ്റെ വീട്, എൻ്റെ വീട് തന്നെ കണ്ടിട്ടാണ് എൻ്റെ കല്യാണം നടത്തിയത്. ഞാൻ പ്രേമിച്ചല്ല കല്യാണം കഴിച്ചത്. അല്ലെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലുമായിട്ടും ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അപ്പം അങ്ങനെ നടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എന്നെ കുറേ അപമാനിച്ച എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരോടുള്ള ഒരു റിവഞ്ചാണ് ഇന്നെൻ്റെ ഈ വിജയം. ഇന്നെനിക്ക് എൻ്റെ മുമ്പിൽ അവരുടെ വീട്ടിലെ ഒരാൾക്ക് പോലും എൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള വോയിസ് ഇല്ല. അതാണ് എൻ്റെ വിജയം എന്ന് പറയുന്നത്. സത്യം ഞാനിത് ഫാമിലിയെ പറ്റി പറയുക എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര ഞാൻ ദുരിതങ്ങൾ അനുഭവിച്ച ഒരു സ്ത്രീയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരിക്കലും ഇത്രയും ഞാൻ പഠിച്ചു, എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഇത്രയും പഠിപ്പിച്ചു. അത് എനിക്ക് ജോലി കിട്ടി, എല്ലാം എൻ്റെ നഷ്ടപ്പെട്ടിട്ടും എൻ്റെ ജീവിതം ഞാൻ മുറുക്കി പിടിക്കാൻ ശ്രമിച്ചിട്ടും അതും എനിക്ക് നഷ്ടപ്പെടുന്ന ഒരു സ്റ്റേജിലോട്ട് വന്നപ്പോഴും ഈ ബന്ധുക്കൾ ആരും തന്നെ എൻ്റെ കൂടെ നിന്നിട്ടില്ല. ഇവരുടെ ബന്ധുക്കൾ എന്നെ ആക്ഷേപിച്ചിട്ടേ ഉള്ളൂ. അവരോടുള്ള റിവഞ്ചാണ് ഞാൻ നേടിയെടുത്തിരിക്കുന്നത് ഇന്നത്തെ എൻ്റെ വിജയം എന്ന് പറയുന്നത്. അപ്പം എനിവേ ഐ ആം വെരി വെരി പ്രൗഡ് ഓഫ് ദിസ് മൊമെൻറ്റ്. അതാണ്, മനസ്സിലായോ? എല്ലാവർക്കും ഉണ്ട് മക്കൾ, അനുഭവിക്കാതിരിക്കത്തില്ല. കാലം തിരിച്ചടികൾ തരാതിരിക്കത്തില്ല. എന്നോട് പറഞ്ഞ വ്യക്തികൾക്കും അവർക്കുണ്ട് മക്കൾ. അതിലെല്ലാം തിരിച്ചടികൾ കിട്ടും. ഒന്നും പോത്തില്ല. ഈശ്വരൻ എല്ലാം കാണിക്കാൻ എനിക്ക് ആയുസ് തരണേന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ ഇടുന്നത് ഞാൻ ജനങ്ങൾക്ക് തരുന്ന ഒരു എന്താണ് എൻ്റെ ജീവിതം, ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങൾ, ഇതൊന്നും കൂടുതലും എനിക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്തിനാണ് വെറുതെ നമ്മൾ പഴങ്കഥകളൊക്കെ പറഞ്ഞ് നടന്ന് നമ്മുടെ പല്ലിൻ്റെ ഇടകുത്തി മണപ്പിക്കുക അല്ലെ നാറ്റിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടി എന്തിനതിന് പോകുന്നതെന്ന് ചൊല്ലിയാൽ ഞാൻ പറയത്ത്. പക്ഷേ ഇതെങ്കിലും എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പം എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരോടുള്ള റിവഞ്ചാണ് ഇന്ന് സന്ധ്യാശേഖറിനെ ഈ ഒരു ലെവലിലെത്തിച്ചത്. അതുകൊണ്ട് എനിക്ക് അവരോട് ഭയങ്കര താങ്ക്സ് ഉണ്ട്. അപ്പം നമ്മൾ സ്ത്രീകൾ ഭർത്താവിൻ്റെ വീട്ടിൽ ക്രൂരമായ പീഡനങ്ങളും അവരുടെ ബന്ധുക്കളിൽ നിന്നുള്ള ടോർച്ചറിങ്ങും മെൻ്റൽ ഹരാസ്മെൻറ്റും ഇതൊക്കെ നമുക്ക് ഫീൽ ചെയ്താലും നമ്മൾ തളരരുത്. നമ്മൾ അവിടുന്ന് എസ്കേപ്പ് ആവുക. നമ്മൾ അവിടുന്ന് നമ്മുടെ വീട്ടിൽ വരിക. ഒരിക്കലും നമ്മുടെ വീട് നമുക്ക് തുറന്ന് തന്നെ കിടക്കും. ആ വാതിൽ നമുക്ക് എപ്പോഴും തുറന്ന് കിടക്കും. അച്ഛൻ്റെ അമ്മയുടെയും മുത്തുമണികളാണ് നമ്മൾ, അല്ലേ? ഓരോ അച്ഛൻ്റെ അമ്മയുടെയും. ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒറ്റ മകളാണ്. മനസ്സിലായോ? അപ്പം വളരെ സന്തോഷത്തോടെ 22ാമത്തെ വയസ്സിലാണ് എൻ്റെ കല്യാണം. ആ 22 കൊല്ലം മുതൽ കഴിഞ്ഞ ഒരു 3 മാസത്തിന് മുമ്പേ വരെ അനുഭവിക്കുന്നത് ദുഃഖമാണ്. സന്തോഷം ഞാൻ അറിഞ്ഞിട്ടില്ല. സീരിയസ്ലി സന്തോഷം അറിഞ്ഞ 2 സന്ദർഭം എന്ന് പറയുന്നത്, ഒന്ന് എൻ്റെ മകനെ ഞാൻ
ഗർഭിണി ആ സമയത്ത് ഞാൻ മെൻ്റലി ഭയങ്കര ടോർച്ചറിങ് അനുഭവിച്ചൊരു വ്യക്തിയാണ്, ഫിസിക്കലി ആൻഡ് മെൻ്റലി. ദെൻ എൻ്റെ മോളെ പ്രഗ്നൻ്റ് ആയപ്പോൾ ഐ എം വെരി ഹാപ്പി, ബിക്കോസ് എൻ്റെ വീട്ടിലാണ് എൻ്റെ അമ്മയുടെ ശുശ്രൂഷ, എൻ്റെ ആവശ്യത്തിന് എനിക്ക് ഫുഡ്, എനിക്ക് എല്ലാ കാര്യങ്ങളും എൻ്റെ വീട്ടിൽ എനിക്ക് ലഭിച്ചു. പക്ഷേ എൻ്റെ മോൻ്റെ കാര്യത്തിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ അനുഭവിച്ചു വിഷമങ്ങൾ. പക്ഷേ ഇപ്പം ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ എൻ്റെ അമ്മയുടെ എൻ്റെ അമ്മയുടെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും വലിയ ഒരു ഒരു സന്തോഷമെന്ന് പറയുന്നത്. എൻ്റെ അമ്മയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് സപ്പോർട്ടായിട്ട് എൻ്റെ അമ്മയുടെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റുക അതിവലിയ ഒരു ഭാഗ്യവും ഈശ്വരൻ എനിക്ക് തരാനില്ല. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്നെ സ്നേഹിച്ചതിനേക്കാൾ ഉപരിയാണ് എൻ്റെ അമ്മ എൻ്റെ മക്കളെ സ്നേഹിക്കുന്നത്. ഇന്ന് ഞാൻ ആ കുഞ്ഞുങ്ങളെ ഇട്ടിട്ടും ഞാൻ പുറത്ത് എനിക്ക് സൈറ്റിൽ പോകണം, എൻ്റെ ഫിനാൻസിലേക്ക് പൈസ എടുക്കാൻ ബാങ്കിൽ പോകണം, പല കാര്യങ്ങൾക്ക് ഗോൾഡ് എടുക്കാൻ പോകണം. അപ്പം അങ്ങനെയൊക്കെ ടേക്ക് ഓവർ ചെയ്യുന്നുണ്ട്. ഇപ്പം ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വരുമ്പോഴും എല്ലാം എനിക്ക് കണ്ണും അടച്ച് എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ സാധിക്കുന്നത് എൻ്റെ അമ്മയുള്ളത് കൊണ്ടാണ്. അപ്പം എല്ലാത്തിനും ഈശ്വരനോട് ഞാൻ ഭയങ്കരമായിട്ട് നന്ദി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഹസ്ബൻഡിൻ്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ആ പെൺകുട്ടികളെ ഒരു കാരണവശാലും അവരെ വീട്ടുകാർ തിരിച്ചു വിളിക്കുക, വീട്ടിൽ ജീവിപ്പിക്കുക, കല്യാണം അവരുമായിട്ടുള്ള ജീവിതം ഹസ്ബൻഡുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ മുന്നോട്ട് പോവുക. സത്യം പറഞ്ഞാൽ ഈ ആൺപിള്ളേരൊക്കെ സത്യം പറഞ്ഞാൽ അവർ പാവങ്ങളാണ്. പിന്നെ ഇവരുടെ ഈ വളർത്തിക്കൊണ്ട് വരുന്ന ആ ഒരു സിറ്റുവേഷനും ഇവരെ ഫ്രീ ആയിട്ട്, ആൺപിള്ളേരാണെങ്കിൽ ഇപ്പോൾ എൻ്റെ മോനെ അവൻ്റെ ഈച്ച് ആൻഡ് എവറി ആക്ഷൻസ് ഞാൻ അബ്സല്യൂട്ട്ലി ഞാൻ എന്താണ് അവൻ എവിടെ പോകുന്നു, അവൻ എന്ത് ചെയ്യുന്നു, അവൻ ടെക്സ്റ്റ് വായിക്കുമ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് റൂം മുകളിലുണ്ട്, പക്ഷേ റൂമിൽ അവനെ ഒറ്റയ്ക്ക് ഞാൻ കിടത്താറില്ല. മനസ്സിലായോ? അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ റൂമിലാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ അവൻ കിടക്കുന്നത് എൻ്റെ അമ്മയുടെ കൂടാണ്. അപ്പോൾ അവിടെ അവൻ സേഫാണ്. കാരണം എൻ്റെ അമ്മയ്ക്ക് എന്നെ വളർത്തിയതാണ് എൻ്റെ അമ്മ. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് എൻ്റെ അമ്മയ്ക്ക് എൻ്റെ കുഞ്ഞിനെ വളരെയധികം ശ്രദ്ധിക്കാം. കാരണം നമ്മുടെ അമ്മമാർക്കായാലും നമുക്കറിയാം ഇന്നത്തെ തലമുറ, അവരുടെ കാഴ്ചപ്പാട്, അവരുടെ ചിന്തകൾ എങ്ങനെയാണെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ അതൊക്കെ നമുക്ക് നമ്മുടെ കുഞ്ഞിലൂടെ നമുക്ക് അവരുടെ ചിന്ത എന്താണ്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. അപ്പം മനസ്സിലാക്കിയാലേ ഒരു കുട്ടിയെ നമുക്ക് നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അതിനുപരി അവർക്ക് സ്നേഹം കൊടുക്കണം. മനസ്സിലായോ? അല്ലാതെ ആങ്ങളുടെ മക്കൾക്കും ഒന്നുമല്ല നമ്മൾ സ്നേഹം കൊടുക്കേണ്ട. ആങ്ങളമാരുടെ മക്കളെയൊക്കെ നിർത്തേണ്ടടുത്ത് നിർത്തണം, അല്ലേ? അങ്ങനല്ല സ്നേഹം കൊടുക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്കും ഒരു കുഴപ്പവും സംഭവിക്കത്തില്ല. ആ കുട്ടികളൊക്കെ നല്ല നല്ല കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വരും. അപ്പം ഈശ്വരൻ അങ്ങനെ വളർത്തിക്കൊണ്ട് വരണേന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. പിന്നെ നമ്മളെ ഇപ്പോഴത്തെ ഒരു രീതിയാണോ ഇനി അങ്ങോട്ട് വളർന്നു വരുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ എനിക്ക് വിശ്വാസമുണ്ട്, എൻ്റെ മക്കളാണെങ്കിൽ, എൻ്റെ സ്വഭാവം കണ്ട് വളരുന്ന മക്കളാണെങ്കിൽ ഒരിക്കലും അവർ ചീത്തയായി പോകത്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ അറിയില്ല, എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് നമുക്ക് വേണ്ടത്. ഈശ്വരൻ്റെ അനുഗ്രഹം, മക്കൾക്ക് സ്നേഹം കൊടുക്കുക. ഏറ്റവും കൂടുതൽ അമ്പുള്ളവരെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. എൻ്റെ കാശിക്കുട്ടൻ 9ാം ക്ലാസ്സിലാണ്, ഇപ്പോൾ എന്നെക്കാളും മുട്ടനായി. ഇപ്പോഴും ഞാൻ നല്ല തല്ലൊക്കെ കൊടുക്കാറുണ്ട്, നല്ല തല്ല് കൊടുക്കാറുണ്ട്, ഞാൻ പള്ളു പറയാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട് അവനെ. പക്ഷേ അവന് എൻ്റെ ഒരു സങ്കടം കാണുമ്പോൾ എൻ്റെ കുഞ്ഞിന് സഹിക്കാൻ പറ്റത്തില്ല. അവൻ്റെ സ്നേഹം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അങ്ങനെ 2 കുഞ്ഞുങ്ങളെ കിട്ടിയ ഞാൻ വളരെയധികം ഭാഗ്യവതിയാണ്, എൻ്റെ രണ്ട് പൊന്നോമന മക്കളെ. പിന്നെ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് എൻ്റെ ഹസ്ബൻഡിൽ നിന്ന് ഇപ്പോൾ നല്ല ഒരു ജീവിതം എനിക്ക് കിട്ടുന്നുണ്ട്. അതങ്ങനെ മുന്നോട്ട് പോകട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പം അത് ഒരാൾ ഇപ്പോൾ ഒരു തെറ്റിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ തെറ്റ് തിരുത്താൻ നമ്മൾ 100% ശ്രമിക്കണം. പ്രത്യേകിച്ച് നമുക്ക് കുറച്ച് റിവഞ്ചുകളൊക്കെ നമ്മുടെ അടുക്കെ കുറേ ആൾക്കാർ നമ്മളെ വെല്ലുവിളിക്കുന്നു, നമ്മളെ വീട്ടിൽ വിളിച്ച് നമ്മളെ ആക്ഷേപിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുടെ മുമ്പിൽ അപ്പം എൻ്റെ മനസ്സിൽ ഞാൻ അണ്ടർലൈൻ ഇട്ടതാണ്, ഇതിനെല്ലാം ഞാൻ തിരിച്ചിവരെ കൊണ്ട് തന്നെ ഞാൻ ഇതെല്ലാം പറഞ്ഞേൽപ്പിക്കും. ആണുങ്ങൾ ആരുടെയെങ്കിലും കൂടെ പോവുകയാണെങ്കിൽ പറയുന്നത്, കല്യാണം കഴിച്ചുകൊണ്ട് വന്ന പെൺപിള്ളേരുടെ കഴിവുകേട് കൊണ്ടായിരുന്നു. ഇവളുമാർക്കൊക്കെ എന്ത് യോഗ്യതയാണ് സത്യം പറഞ്ഞാലുള്ളത്. ഇവളുമാരുടെയൊക്കെ ഹിസ്റ്ററി, ഇവളുമാരൊക്കെ എങ്ങനെയാണ് കല്യാണം കഴിച്ചത്, അല്ലെങ്കിൽ ഇവളുമാരുടെയൊക്കെ ചരിത്രം ആ സ്ഥലത്തെ ആൾക്കാരോട്, കൊച്ചു പിള്ളേരോട് ചോദിച്ചാൽ പോലും അയ്യെന്ന് പറയും. എനിക്ക് പിന്നെ ഞങ്ങൾക്കോ എൻ്റെ അമ്മയ്ക്കോ അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടുകാർക്കോ അങ്ങനൊരു രീതിയില്ല.
അപ്പോൾ അതുകൊണ്ട് ആരുടെയും മുമ്പിൽ എനിക്കിന്ന് തല ഉയർത്തി അന്തസ്സായിട്ട് എനിക്കിന്ന് നിൽക്കാൻ പറ്റുന്നുണ്ട്. എല്ലാത്തിനും സർവേശ്വരനായ ദൈവത്തിനോടും അതിനുപരി എൻ്റെ വിഷമം കണ്ട് ഈശ്വരനോട് കാല് പിടിച്ച് പ്രാർത്ഥിച്ച എൻ്റെ അമ്മ, എൻ്റെ ബന്ധുക്കൾ, ഇവരെല്ലാമാണ് എനിക്ക് സപ്പോർട്ട്, സത്യം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മൾ എന്ത് പ്രശ്നം വന്നാലും സ്ത്രീകൾ നമുക്ക് കഴിവുണ്ടോ, നമ്മളത് ആ കഴിവ് ഇതെല്ലാം വെല്ലുവിളിയായി ചലഞ്ചായിട്ട് എടുത്തിട്ട് ഇതിനെയൊക്കെ തിരിച്ച് നമ്മൾ പ്രതികരിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, വിജയം നമ്മുടെ കൂടെ തന്നെ ആയിരിക്കും. നമ്മുടെ ഭാഗത്ത് എവിഡൻസ് വേണം. എവിഡൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഇൻ അവർ ലൈഫ്. ഞാൻ മനസ്സിലാക്കി, എവിഡൻസ്, ക്ലീൻ ആയിട്ടുള്ള എവിഡൻസ്, പൂട്ടാനുള്ള എവിഡൻസ്, മനസ്സിലായോ? ഇത്രയുണ്ടോ നമ്മൾ ജയിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെണ്ണുങ്ങൾക്ക്, നിങ്ങളെല്ലാം വിചാരിക്കും ഞാനൊരു മൂപ്പ് സാധനമാണ്. ഒരിക്കലും അല്ല കേട്ടോ. എൻ്റെ ജീവിതമാണ് എന്നെ ഞാനാക്കിയത്. ഞാനിങ്ങനെയൊന്നും അല്ലായിരുന്നു. ഞാൻ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇത്ര ബോൾഡായത്. തൻ്റെ ഇടം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ, അല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. സ്ത്രീകൾ പഴമെഴുകിയ പോലെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ കയറി തീക്കൊള്ളിയിട്ട് മാന്തും, മനസ്സിലായോ? അങ്ങനെയല്ല, പ്രതികരിക്കേണ്ടടുത്ത് നമ്മൾ പ്രതികരിച്ചിരിക്കണം. പ്രതികരിച്ച് കഴിഞ്ഞാൽ എന്താണ് വിജയം. പക്ഷെ നമ്മുടെ ഭാഗത്ത് സത്യം വേണം, നമ്മുടെ ഭാഗത്ത് തെറ്റുകൾ പാടില്ല, എങ്കിൽ മാത്രം നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നല്ലത് വരട്ടെ. എല്ലാവർക്കും നല്ല ഒരു ജീവിതം ലഭിക്കട്ടെ. അപ്പോൾ ഓക്കെ.